നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ ഷാജി ടോക്സിലേക്ക് സ്വാഗതം. വളരെ സർവ്വസാധാരണമായി ഇന്ന് കൗമാരക്കാരിൽ എന്ന് പറയാൻ പറ്റില്ല, കൗമാരക്കാരിലും അല്ലാതെയുള്ള പല ആൾക്കാരിലും സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നം, അതായത് മൂക്കുരു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. മൂക്കുരുവിനെ കുറിച്ച് പല വീഡിയോകളും പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഈ വീഡിയോ സശ്രദ്ധം കേട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സാധാരണയായി എന്താണ് ഈ മൂക്കുരു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മൂക്കുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും നമുക്കറിയാം, ശരീരത്തിൽ തന്നെ നമ്മുടെ ഒരുപാട് എണ്ണഗ്രന്ഥികളുണ്ട്. ആ എണ്ണഗ്രന്ഥികൾ നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവികമായ ഒരു കോംപ്ലക്ഷനൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന എണ്ണഗ്രന്ഥികളാണ്. അതിനെ നമ്മൾ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയാറുണ്ട്. ഈ പറയുന്ന എണ്ണഗ്രന്ഥികൾ അല്ലെങ്കിൽ ഈ സെബേഷ്യസ് ഗ്ലാൻസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെബം അല്ലെങ്കിൽ എണ്ണ, ഓയിൽ, ഇത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുകയോ അല്ലെങ്കിൽ ഉൽപ്പാദനം കൂടിയതിന് ശേഷം രോമത്തിൽ അല്ല നമ്മുടെ ചർമ്മത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് തരം സുഷിരങ്ങളുണ്ട്. ഈ എണ്ണ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് ഈ സുഷിരങ്ങൾ അടയുന്നതിൻ്റെ ഫലമായി ഇവിടെ ചിലതരം ബാക്ടീരിയകൾ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ പോഴ്സ്, സ്കിൻ പോഴ്സ് അടഞ്ഞു കഴിയുമ്പോഴും അത് മൂക്കുരു എന്ന് പറയുന്ന ഒരു ഈ അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ഹോർമോണൽ വ്യതിയാനങ്ങൾ നമുക്കറിയാം. തീർച്ചയായും ഈ പറയുന്ന മൂക്കുരു കൂടുതലായി കൗമാരക്കാരിലാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കൗമാരം എന്ന വാക്കിന് അർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് എക്മി എന്ന പദത്തിൽ നിന്നുമാണ് എഗ്നി എന്നുള്ള സാധാരണ മൂക്കുരു എന്നുള്ള വാക്ക് തന്നെ വന്നിരിക്കുന്നത്. മൂക്കുരുവിന് സാധാരണ എഗ്നി എന്നും കോംഡൗൺസ് എന്നും അല്ലെങ്കിൽ അല്ലാതെ തന്നെ സാധാരണ ബ്ലാക്ക് ഹെഡ്സ് എന്നും വൈറ്റ് ഹെഡ്സ് എന്നും ഒക്കെ രീതിക്ക് പല പേരുകളിലും അറിയപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എന്താണ് ഈ ഹോർമോണലായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് സംസാരിച്ചു പോകാം. പലപ്പോഴും പല അസുഖങ്ങളുടെ മുന്നോടിയായിട്ടും വരാം. അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ ഒരു സ്റ്റേജിൽ നമുക്കറിയാം, ഒരു കൗമാരത്തിൽ നിന്ന് ഒരു പുരുഷനിലോട്ട് മാറുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയിലോട്ടോ മാറുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് തീർച്ചയായും അവിടെ ഹോർമോണൽ വ്യത്യാസം വരുന്നു. അത്തരം ഹോർമോണൽ വ്യത്യാസം വരുന്ന സമയത്തും തന്നെ നമുക്ക് ഇത്തരം ഈ മൂക്കുരു എന്ന് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. അത് ഏറെക്കുറെ സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്നത് പുരുഷ ഹോർമോണായ ആൻഡ്രജൻസ്. ഈ പുരുഷൻ ഹോർമോൺ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല, ഒരു ഹോർമോണല്ല. സ്ത്രീകളിലും എല്ലാ സ്ത്രീകളിലും ഒരു പുരുഷനിൽ സ്ത്രൈണ ഹോർമോണും സ്ത്രീയിൽ പുരുഷ ഹോർമോണും ഒക്കെ കാണാം. പക്ഷെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ പുരുഷ ഹോർമോണായ ആൻഡ്രജൻസിനകത്ത് ആ പുരുഷ ഹോർമോണിൻ്റെ അകത്ത് തന്നെ വരുന്ന മെയിൽ ഹോർമോൺസായ ടെസ്റ്റസ്റ്ററോണും DHT എന്ന് പറയുന്ന ഡൈഹൈഡ്രോ ടെസ്റ്റസ്റ്ററോൺ എന്ന് പറയുന്ന ചില ഹോർമോൺസും ഒക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടുതലായി നമുക്ക് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കൗമാരപ്രായം കഴിഞ്ഞ് സ്ത്രീ ആയി വരുന്ന ഒരു കാലഘട്ടത്തിലോ മറിച്ച് കൗമാരത്തിൽ നിന്നും പുരുഷനായി വരുന്ന കാലഘട്ടത്തിലോ ഈ ഹോർമോൺസിൻ്റെ ഒരു മെയിൽ ഹോർമോൺസ് കൂടുതലായി വരുമ്പോൾ അവനെ ഈ ഹോർമോൺസിൻ്റെ അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഈ DHT ആണെങ്കിലും ടെസ്റ്റസ്റ്ററോൺ ഒക്കെ ആണെങ്കിൽ പോലും ഈ ശരീരത്തിലെ സെബേഷ്യസ് ഗ്ലാൻസിന് അല്ലെങ്കിൽ ഈ എണ്ണഗ്രന്ഥിയെ കൂടുതലായിട്ട് ഒന്ന് ഉത്തേജിപ്പിക്കുകയും അതുവഴി കൂടുതൽ എണ്ണ ഉൽപ്പാദനം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള ഈ സെൽസുകൾ തന്നെ ഇങ്ങനെ ഒരു നിശ്ചിത പീരീഡ് വെച്ചിട്ട് പഴയ സെൽസുകൾ, മൃതകോശങ്ങൾ അത് മാറുകയും പുതിയ ചർമ്മകോശങ്ങൾ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എണ്ണഗ്രന്ഥിയുടെ ഉൽപ്പാദനം നേരത്തെ ഞാൻ പറഞ്ഞു, എണ്ണ കൂടുന്നതിനോടനുബന്ധിച്ച് തന്നെ ഡെഡ് സെൽസും കൂടെ വന്ന് ഈ പോഴ്സ് അടയുന്നു. ഇനി ഹോർമോണൽ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഹോർമോണൽ വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്കറിയുന്ന പല പെൺകുട്ടികളിലും അല്ലെങ്കിൽ പല സ്ത്രീകളിലും നമുക്ക് ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാമെന്നുള്ളതാണ്.
ഈ PCOS അല്ലെങ്കിൽ PCOD എന്ന് പറയുന്ന ആ പ്രക്രിയ നടക്കുന്ന അവസ്ഥയിൽ തന്നെ ശരിക്കും മെയിൽ ഹോർമോൺസായ DHT അല്ലെങ്കിൽ ആൻഡ്രജൻ ഹോർമോൺസിൻ്റെ ഇത് അളവ് അവരിൽ കൂടുന്നു എന്നുള്ളതാണ്. ആ അളവ് കൂടുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ തരത്തിലുള്ള എണ്ണഗ്രന്ഥികൾ അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻസിനെ അത് ത്വരിതപ്പെടുത്തുകയും എണ്ണ ഉൽപ്പാദനം കൂടുകയും ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് മോക്കുരു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും മോക്കുരു നമുക്ക് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഇതിനോടനുബന്ധിച്ചതല്ലാതെ തന്നെ ചില സ്ട്രെസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കോർട്ടിസോൾ പോലുള്ള ചില ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്ട്രെസ് ഹോർമോൺസ്, ഡുവാർഡൈ എന്നൊക്കെ പറയുന്ന അഡ്രിനാലിൻ, കോർട്ടിസോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഹോർമോൺസ് ഉണ്ട്. അത്തരം ഹോർമോണുകൾ കൂടുമ്പോഴും സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോഴും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകാമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഏത് തരത്തിലുള്ള ഹോർമോണൽ വ്യത്യാസവും അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മുടെ സ്കിന്നിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ എണ്ണ ഉൽപ്പാദനത്തിന് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥയും ഒപ്പം ചില ശാരീരിക പ്രശ്നങ്ങളായ അല്ലെങ്കിൽ ചില മാനസിക പ്രശ്നങ്ങളായ സ്ട്രെസ്സ്, അതും ഈ ഹോർമോണുമായി ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, ഇത്തരം അവസ്ഥകളിലും നമുക്ക് ഈ പറയുന്ന വിട്ടുമാറാത്ത മോക്കുരു നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനോടൊപ്പം ഇന്ന് ഈ കാലഘട്ടത്തിൽ പഠനങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ ചർമ്മത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുവെയുള്ള അസുഖങ്ങളുടെ 90% പല അസുഖങ്ങളുടെയും കാരണം നമ്മുടെ കുടലുള്ള ഗട്ട് ബാക്ടീരിയയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇതുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗട്ടിനകത്ത് ആരോഗ്യകരമായ ബാക്ടീരിയ ഇല്ലാത്ത ഒരവസ്ഥ, ഗട്ട് ബാക്ടീരിയ നല്ലതല്ലെങ്കിൽ അത് ദഹന വ്യവസ്ഥിതിയെ മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ കൂടുതലായി നമ്മുടെ ശരീരത്തിൽ അത് എന്താ പറയുക പ്രതിഫലിക്കുന്നത് സ്കിന്നിലാണ്, ചർമ്മത്തിലാണ്. അപ്പോൾ ഇന്ന് ഒരു തിയറി അനുസരിച്ച് ഒരു തിയറി പറയുന്നത് ഏത് തരത്തിലുള്ള ചർമ്മരോഗമാണ് എങ്കിൽ പോലും, അത് ഒരുപക്ഷെ മോക്കുരു എന്നുള്ളത് പോലെ തന്നെ മറ്റ് ചർമ്മരോഗമാണെങ്കിൽ പോലും ഏറ്റവും ആദ്യം ക്ലിയർ ആവേണ്ടത് നമ്മുടെ ഗട്ടാണ്, കുടലാണ്, ഗട്ട് ബാക്ടീരിയ ആണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും ചില വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഗട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്കറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയ നമ്മുടെ കുടലിൽ വളരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ദഹന പ്രക്രിയയും ബാക്കിയുള്ള മെറ്റബോളിസത്തിനെയൊക്കെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നല്ല രീതിക്കുള്ള ഗട്ട് ബാക്ടീരിയ നമുക്ക് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അത്തരം ഗട്ട് ബാക്ടീരിയ കൂടുതലായി വളരാനുള്ള അല്ലെങ്കിൽ ആ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അതിന് കൂടുതലായും നമ്മൾ ഫെർമെൻറ്റഡ് ഫുഡ്, നമ്മൾ പുളിപ്പിച്ച ആഹാരങ്ങൾ ഒരുപക്ഷെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ ഗട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയാണ് ഹോർമോണലായിട്ടുള്ള കാര്യങ്ങൾ, എണ്ണഗ്രന്ഥിയുടെ നമ്മുടെ ഗട്ട് ബാക്ടീരിയ. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ തികച്ചും ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ മോക്കുരുവിൻ്റെ കൂടെ തരത്തിലുള്ള ആസിഡ് റിഫ്ലക്സ്, നമുക്കറിയാം പലപ്പോഴും നെഞ്ചിരിപ്പ് ബാക്കിയുള്ള പല പ്രശ്നങ്ങളും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് GERD, ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് എന്ന് പറയുന്ന GERD എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മോക്കുരുവും കൂടെ ആ വ്യക്തിയിൽ ഏതെങ്കിലും തരത്തിൽ സ്ട്രെസ്സോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമുക്കത് ഉറക്കക്കുറവിൻ്റെ ഇത് കൊണ്ടുണ്ടാകുന്ന മോക്കുരുവാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ മോക്കുരുവിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോഴെങ്കിലും ചില ചർമ്മ പ്രശ്നങ്ങൾ, മോക്കുരു അതിനെ അസോസിയേറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലും സ്കിൻ ഡിസീസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് എക്സിമയോ അല്ലെങ്കിൽ സോറിയാസിസിൻ്റെയൊക്കെ ഒരു മുന്നോടിയായി നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഈ മോക്കുരുവിൻ്റെ തന്നെ വ്യത്യസ്തമായ രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത ആണ് നമ്മളിതിനകത്ത് കാണുന്നത്. ഇപ്പോൾ പറയുന്ന മോക്കുരുവിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ എന്ന് പറയുന്നത് സാധാരണയായി ഈ മോക്കുരു തന്നെ നമ്മളതിനെ വൈറ്റ് ഹെഡ്സ് എന്നും ബ്ലാക്ക് ഹെഡ്സ് എന്നും അല്ലാതെ തന്നെ നമ്മളെ ചിലത് പസ്റ്റ്യൂൾസ് എന്നും ചിലത് പാപ്യൂൾസ് എന്നും ഒക്കെ തരത്തിൽ വ്യത്യസ്തമായ ചിലത് പിന്നെ സിസ്റ്റിക് എന്നും അങ്ങനെ പല തരത്തിൽ വ്യത്യസ്തമായ നോഡ്യൂൾസ് എന്നും ഒക്കെ പലതരത്തിൽ നമുക്ക് ഇന്ന് പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം സാധാരണ ഒരു അവസ്ഥ ബ്ലാക്ക് ഹെഡ്സ് നമ്മുടെ ഈ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ആ ചർമ്മത്തിൻ്റെ ഇതിൽ തന്നെ നമുക്ക് അതിൻ്റെ രോമസുഷിരത്തിൽ നമുക്ക് നോക്കുമ്പോൾ ചർമ്മത്തിൻ്റെ പുറത്ത് ശരിക്കും ഒരു കറുത്ത നിറത്തിലുള്ള വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഹെഡ്സ് അങ്ങനെ കാണാം.
ഈ വൈറ്റ് ഹെഡ്സ് തന്നെ പലപ്പോഴും നമ്മൾ അന്തരീക്ഷവുമായി എക്സ്പോസ്ഡ് ആകുമ്പോൾ സൾഫർ കണ്ടൻറ്റുമായി അത് ഇതായി അന്തരീക്ഷത്തിലെ സൾഫറുമായി വന്ന് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് അത് ബ്ലാക്ക് ഹെഡ്സായി മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്നു, ബ്ലാക്ക് ഹെഡ്സായി മാറുന്നു. പസ്റ്റ്യൂൾസ് അറിയാം, നമുക്ക് പലപ്പോഴും മൂക്കുരുവിൻ്റെ കൂടെ തന്നെ പലപ്പോഴും കുരുക്കൾ, ഒരുപാട് പഴുപ്പ് നിറഞ്ഞ മൂക്കുരുക്കൾ പോലെ നമുക്ക് കാണാറുണ്ട്. അത് പസ്റ്റുലർ ഏക്കിനി ആയാണെന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. മാക്യൂൾസ് നമുക്ക് ചുവന്ന ചെറിയ പൊള്ളൽ പോലെ, ചെറിയ പൊള്ളൽ പോലെ കാണുന്നത് മാക്യൂൾസ് ആണെന്നൊക്കെ പറയാം. ഇനി കുറച്ചുകൂടി ഡീപ്പും ഹാർഡുമായിട്ടുള്ള തരത്തിലുള്ള ഒരു ഇതാണെങ്കിൽ അതിനെ നോഡ്യൂൾസ് എന്നും, അതിനെ തന്നെ വേദനയോട് കൂടിയ കട്ടി കുറച്ചുകൂടെ ആഴത്തിലുള്ളതിനെ നമ്മൾ സിസ്റ്റിക് എന്നുള്ള രീതിക്ക് വിവിധ രീതിക്ക് നമ്മളിതിനെ സ്വാഭാവികമായി ഇതിനെ തരം തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത്, പലപ്പോഴും മുഖക്കുരു അല്ലെങ്കിൽ പലപ്പോഴും പല അസുഖങ്ങളുടെയും മുന്നോടിയായി നമുക്ക് കാണാമെന്നുള്ളതാണ്. നമുക്കിതിനെ കാണാമെന്നുള്ളതാണ്. കാരണം ഇന്ന കാരണങ്ങളുണ്ടെങ്കിൽ മൂക്കുരുവായും അസോസിയേറ്റ് ചെയ്ത മറ്റ് ചില രോഗലക്ഷണങ്ങളുണ്ട് എങ്കിൽ നമുക്ക് ഇന്ന അസുഖം ഈ വ്യക്തിയിൽ കണ്ടേക്കാം, അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാമെന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുഖക്കുരുവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇറഗുലർ പീരീഡ്സ്, ക്രമം തെറ്റിയ ആർത്തവം, അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ കൂടെ ക്രമം തെറ്റിയ ഒരാർത്തവം, കൃത്യമായ ആർത്തവം ഇല്ലായ്മ, അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് PCOD ഇന്ന് പല പെൺകുട്ടികളിലും നമ്മൾ കണ്ടുവരുന്നതാണ്. PCOD ലക്ഷണമായി കാണാം എന്നുള്ളതാണ്. അതിനോടൊപ്പം ഈ മുഖക്കുരുവിൻ്റെ കൂടെ തന്നെ അമിത ഭാരം കൂടുതലായി വർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖക്കുരു പ്ലസ് ഈ പറയുന്ന അമിത ഭാരമാണ് എങ്കിൽ തീർച്ചയായും അതൊരു തൈറോയ്ഡ് രോഗം നമ്മൾ ആ കുട്ടിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോന്നിനും അതിൻ്റേതായ വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഇതിനകത്ത് പറയാനുള്ളത്, പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസുലിനെ, നേരത്തെ അല്ല മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ നമ്മുടെ ശരീരകോശങ്ങളിൽ കൊണ്ട് നമ്മുടെ ഗ്ലൂക്കോസ് ശരീരകോശങ്ങളിൽ കൊണ്ട് എത്തിക്കേണ്ട ഒരു താക്കോലാണ് ഇൻസുലിൻ എന്നും. അപ്പോൾ ആ ഇൻസുലിന് ഈ പ്രക്രിയ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സെൽസിനെ തുറന്ന് ഗ്ലൂക്കോസ് അതിനകത്ത് എത്തിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഫാറ്റി ലിവർ പോലെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചികിത്സയെക്കുറിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഏത് ചർമ്മരോഗമാണെങ്കിലും പ്രത്യേകിച്ച് മൂക്കുരുവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ മുഖം വളരെ ക്ലീനായി വെക്കണമെന്നുള്ളതാണ്. അത് ഏറ്റവും അധികം വളരെ രാവിലെ ആണെങ്കിൽ ഒരു യാത്ര പോയിട്ട് വരുമ്പോഴോ ഉച്ചയ്ക്കോ ഒക്കെ 2-3 പ്രാവശ്യം ക്ലെൻസിങ് എന്ന് പറയും, മുഖം നല്ലവണ്ണം കഴുകി ശുദ്ധ ജലം കൊണ്ട് കഴുകി നീറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ്. എന്നും പറഞ്ഞാൽ അതിന് അമിതമായ സോപ്പ് ഉപയോഗം തൻ്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന മുഖം സോപ്പിട്ട് ഒരുപാട് കഴുകാനുള്ള ഒരു പ്രവണത, കൈകാലുകൾ ആണെങ്കിലും മുഖമാണെങ്കിലും ഒക്കെ കൈകാൽ കഴുകുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ മുഖം ഒരുപാട് പ്രാവശ്യം സോപ്പിട്ട് കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുഖത്തിൽ ആവശ്യമായിട്ടുള്ള യഥാർത്ഥത്തിൽ നല്ല ബാക്ടീരിയ ഉണ്ട്, ആ നല്ല ബാക്ടീരിയയും കൂടെ ഒരുപക്ഷെ നമ്മൾ ഇല്ലാതാക്കിയായിരിക്കും ഫലം. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വൃത്തിയായി വയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ എണ്ണമയമുള്ള ചർമ്മം, ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണഗ്രന്ഥികളുടെ അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ശ്രമത്തിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ടാണ് മൂക്കുരു ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ എണ്ണയും കൂടുതലായി തേച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത്തരം ആൾക്കാർ തലയിലുള്ള എണ്ണ തേയ്ക്കുക എന്നുള്ളത് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നെറ്റിക്ക് താഴോട്ട് കൂടുതലായിട്ട് എണ്ണ തേയ്ക്കാതിരിക്കുക. ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പു ഏതെങ്കിലും തരത്തിൽ, പ്രകൃതിദത്തമായ ഷാമ്പു ആണെങ്കിൽ അങ്ങനെ, അല്ലാതെ ആണെങ്കിലും അത് ഉപയോഗിച്ച് ആ എണ്ണമയം കഴുകിക്കളയുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് പ്രധാനമായും ആവശ്യമില്ലാത്ത ക്രീമുകളും ലേപനങ്ങളും വാരി ഇങ്ങനെ പുരട്ടുന്നത് ഒരു മോശമായ പ്രവണതയാണ്. പലപ്പോഴും നമ്മുടെ സ്കിൻ ഓയിലി ആണോ ഇല്ലേ എന്നറിയാം, നമ്മുടെ ഈ 2 കൈയും കൊണ്ട് നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് തടവി നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ വിഴുവിഴുപ്പ് അവിടെ തോന്നുകയാണ്, അല്ലെങ്കിൽ അവിടെ നമുക്കറിയാം അതൊരു ഓയിലി സ്കിന്നായിരിക്കും. അത്തരം ഓയിലി സ്കിന്നായിട്ടുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും കൂടുതലായിട്ട് എണ്ണ അമിതമായി തേക്കാതിരിക്കുക എന്നുള്ളതാണ്. അമിതമായുള്ള ഓയിൻമെൻറ്റുകൾ, പലപ്പോഴും ഓയിൻമെൻറ്റുകൾ പലതും ഉപയോഗിച്ച് വരുമ്പോൾ നമുക്കത് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PCODയുടെ പ്രശ്നം കൊണ്ടാണ്, തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ ചികിത്സ, അല്ലെങ്കിൽ ഗട്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ ചികിത്സ യഥാർത്ഥത്തിൽ അവിടെയാണ് ആവശ്യമായി വരുന്നത്.
അവിടെ ചികിത്സ കറക്റ്റായി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പൂർണ്ണമായും ഈ പറയുന്ന തരത്തിലുള്ള അസുഖം അല്ലെങ്കിൽ ഈ ചർമ്മം ക്ലിയറായി വരുമെന്നുള്ളതാണ്. ഇതിന് ഉപരിയായി എടുത്ത് 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാൻ നമുക്ക് ആധികാരികമായി നമ്മുടെ നിരീക്ഷണങ്ങളിലും ബാക്കിയുള്ള അറിവിൽ നിന്നും നാട്ടറിവിൽ നിന്നും കേട്ടറിവിൽ നിന്നും വെച്ച് വളരെ ഫലപ്രദമായി നമുക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിനകത്ത് നമുക്ക് ഒന്നുമില്ലാതെ പ്ലെയിൻ വേപ്പേഴ്സ് വെറുതെ ആവി കൊള്ളിക്കുക എന്നുള്ളതാണ്. കണ്ണടച്ച് നല്ലവണ്ണം ആവി കൊള്ളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഇതിനകത്ത് വരുന്ന തരത്തിലുള്ള ഈ രോമസുഷിരങ്ങൾ അടഞ്ഞിരിക്കുന്നത് തുറക്കാനും അതുവഴി ഇതിൻ്റെ ഈ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഇത് പുറത്തു പോകാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറയാം. പലപ്പോഴും നമ്മുടെ ഇത്തരം ഇതിനകത്ത് DHT ചില ഹോർമോണുകളുടെ അമിതമായി വരുന്നത് തന്നെ ഈ നമ്മുടെ എണ്ണ ഗ്രന്ഥികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് ഫാറ്റി ആസിഡും ട്രൈഗ്ലിസറൈഡുമായി വിഘടിക്കുകയും അങ്ങനെ ആ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായി വരുമ്പോൾ വീണ്ടും നമ്മളപ്പോൾ അടയാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലെയിൻ വേപ്പേഴ്സ് കൊണ്ട് ആവി കൊള്ളിക്കുക നല്ലതാണ്. മുഖം നല്ലവണ്ണം ക്ലെൻസ് ചെയ്യുക നല്ലതാണ്. പിന്നെ ഇത് അനുഭവങ്ങളിൽ നിന്നും ഇതുവരെ ഉള്ളതിൽ നിന്നും നമുക്ക് മുഖത്ത് ധൈര്യമായി പുരട്ടാമെന്നുള്ള 2-3 കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. അതിലൊന്ന് കടലമാവാണ്. തീർച്ചയായും കടലമാവ് തേച്ച് പുരട്ടുന്നത് മുഖത്തിന് നല്ല വൃത്തിയും ശുദ്ധിയും കൊടുക്കുന്നു. അതിൻ്റെ ഒരു മുഖത്തെ കുറച്ചുകൂടെ എന്താ പറയാൻ ഒരു കാഴ്ചയ്ക്ക് ഒരു സൗന്ദര്യാത്മകമായ ഒരു രീതി ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് കടലമാവ് നല്ലതാണ്. അതുപോലെ നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് ആര്യവേപ്പിലയും മഞ്ഞളും. ഈ വേപ്പിലയും മഞ്ഞളും കൂടെ അരച്ചിടുക. നമുക്കറിയാമല്ലോ, സാധാരണ നാടൻ രീതിക്ക് തന്നെ പണ്ട് മുതലേക്കെ തന്നെ ചിക്കൻ പോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊക്കനെന്ന് പറയുന്ന, അല്ലെങ്കിൽ അമ്മരോഗം എന്നൊക്കെ തമിഴ്നാട്ടിൽ പറയുന്ന, അല്ലെങ്കിൽ അത്തരം ചിക്കൻ പോക്സ് പിന്നെ വരുന്ന രോഗികൾ നമുക്കറിയാം, അന്ന് ഈ കിടക്കുമ്പോൾ തന്നെ അവരുടെ മെത്തയിൽ നമ്മൾ എന്താ പറയുക വേപ്പിലയിട്ട് കിടക്കുക, വേപ്പില കൊണ്ട് തിളപ്പിച്ചിട്ട് വെള്ളം കൊണ്ട് കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പൊതുവെ വളരെ ആധികാരികമായി നമുക്ക് പറയാനുള്ളതാണ്, അതൊരു സ്കിൻ ടോണിക്കാണ്, വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേപ്പിലയും പിന്നെ മഞ്ഞളിൻ്റെ സ്വാഭാവികമായ ഗുണത്തിന് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് നമ്മൾ ഇനി എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല. ഒരുപാട് ഗുണങ്ങളുള്ള മഞ്ഞളും ശുദ്ധമായ മഞ്ഞളായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കടലമാവിനോടൊപ്പം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മഞ്ഞളും ഈ പറയുന്ന ആര്യവേപ്പിലയും. പിന്നെ ഞാൻ പറഞ്ഞു പ്ലെയിൻ വേപ്പേഴ്സ് കൊള്ളാമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ആധികാരികമായി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഇലയാണ് പുതിനയില. തീർച്ചയായും നല്ലവണ്ണം അരച്ച് വളരെ ഇതാറ്റ് മഷി പോലെ നല്ലവണ്ണം അരച്ച് ഇതാക്കി അത് മുഖത്ത് പുരട്ടുന്നതും നല്ലതായിരിക്കുമെന്നാണ്. അപ്പോൾ പുറമേ ഉള്ള പുരട്ടുന്ന കാര്യങ്ങളിൽ ഈ 3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇതിനോടൊപ്പം എടുത്തു പറയാനുള്ളത് നിങ്ങൾക്ക് പരീക്ഷണത്തിൽ തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റുന്നതും ആയ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെ ഗ്രീൻ ടീ. മുൻകാലങ്ങളിൽ തേയിലയാണ് സാധാരണ പറഞ്ഞിരുന്നത്, തേയില. പക്ഷെ പഞ്ചസാരയുടെ ഉപയോഗമല്ല, പഞ്ചസാര കാര്യങ്ങളില്ലാതെ ഉള്ള നമ്മളെ ഗ്രീൻ ടീ. ഈ ഗ്രീൻ ടീ നമ്മൾ തയ്യാറാക്കി നമ്മൾ ആ ഗ്രീൻ ടീയിൽ നിന്നും എടുക്കുന്ന വെള്ളം നമ്മുടെ അത് 1-2 പ്രാവശ്യം കുടിക്കാനൊക്കെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്തുള്ളതായിരുന്നാലും തെറ്റൊന്നുമില്ല. ഗ്രീൻ ടീ വെള്ളം അത് നമ്മൾ ഫ്രിഡ്ജിലോ മറ്റോ വെച്ച് അതിനെ ഗ്രീൻ ടീ ഐസ് ക്യൂബ്സ് ആക്കുക എന്നുള്ളതാണ്. ഗ്രീൻ ടീ ഐസ് ക്യൂബ്സ് ആക്കിയതിന് ശേഷം അത് നമ്മൾ ഒരു തുണിയിലോ മറ്റോ കൊണ്ട് മുഖത്ത് നല്ലവണ്ണം ഉരസുന്നതും പിന്നെ തുടയ്ക്കുന്നതും നല്ലതായിരിക്കുന്നതാണ്. ഈ ഉരസുന്ന കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്. ഒരു കാരണവശാലും മുഖക്കുരു കൂടുതലായിട്ടുള്ള വ്യക്തികൾ ഓയിൻമെൻറ്റ് എന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള സ്കാർബുകളും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. സ്കാർബുകൾ കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കൂടുതൽ സ്കിന്ന് ഉരച്ച് കഴിയുമ്പോൾ, ഒരു സാധാ സ്കിൻ ഒരുപക്ഷെ ഉരച്ച് കഴിയുമ്പോൾ ഫ്രഷ് സ്കിൻ വരുമ്പോൾ കാഴ്ചയ്ക്ക് ഒരു ബെറ്ററായി തോന്നുമെങ്കിലും മൂക്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ഏക്കിനെയൊക്കെ ഉള്ള വ്യക്തി കൂടുതലായിട്ട് അത് ഉരയ്ക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ഇൻഫെക്ഷൻ വരാനോ അല്ലെങ്കിൽ അത് കൂടുതൽ പകരാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരവസ്ഥ ഒഴിവാക്കുക. എന്തായാലും ഗ്രീൻ ടീ ഐസ് ക്യൂബ്സ് തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷിക്കാമെന്നുള്ളതാണ്. എന്തായാലും കാരണം അറിഞ്ഞു വേണം രോഗത്തെ ചികിത്സിക്കുവാൻ.
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യപരമായ സുന്ദരമായ ഒരു മുഖം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചെടുക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം നമ്മുടെ അനാവശ്യമായ സ്ട്രെസ് ഒഴിവാക്കുക, നമ്മുടെ ആഹാരത്തിൽ നമുക്ക് കൂടുതലായി ഉപയോഗിക്കാൻ ഇത്തരം കാര്യങ്ങൾ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, നമുക്ക് വെളുത്തുള്ളിയും ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ആഹാരങ്ങൾ തീർച്ചയായും ഇത്തരം പദാർത്ഥങ്ങൾ നമ്മളെ കൂടുതലായി ഇതിന് സഹായിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന പ്രവണത തടയാനായിട്ട്. അപ്പോൾ അനാവശ്യമായ ഓയിൻമെൻറ്റ് ലേപനങ്ങൾ പൂർണ്ണമായി ഒഴിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ധാരാളം കുടിക്കുക, എല്ലാത്തിനും പുറമെ അനാവശ്യമായ സ്ട്രെസ് ഒഴിവാക്കുക, സുന്ദരമായ ഉറക്കം, നമുക്കൊരു 6-7 മണിക്കൂർ നല്ലവണ്ണമുള്ള ഉറക്കം കിട്ടുക എന്നുള്ളതാണ്. അത് അതുകൊണ്ട് എങ്കിൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് ഇത് പരിഹാരം ഉണ്ടാകും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വിഷയമായി മറ്റൊരു അവസരത്തിൽ വരാം. നന്ദി, നമസ്കാരം.